സംസ്ഥാനത്ത് ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും മഴ ശക്തമാകുന്നു. വെള്ളിയാഴ്ച പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ്. സുനിഷ എല്ലൂർ നൽകും വിശദാംശങ്ങൾ. സുനിഷ, വീണ്ടും മഴ വരുന്നു. മഴ മുന്നറിയിപ്പ് എങ്ങനെയാണ്? ഇടവേളയ്ക്ക് ശേഷം സംസ്ഥാനത്ത് മഴ പെയ്യുമെന്നുള്ളൊരു മുന്നറിയിപ്പ് തന്നെയാണ് കാലാവസ്ഥാ കേന്ദ്രം നൽകുന്നത്. നേരത്തെ ജനുവരിയിലടക്കം ചൂടുണ്ടാകുമോ എന്നടക്കമുള്ള ആശങ്കയുണ്ടായിരുന്നെങ്കിൽ പോലും ഏതായാലും പുതുവത്സരം പിറന്നിതാ ഇപ്പോൾ മഴയ്ക്കുള്ള സാധ്യത കൂടി കാലാവസ്ഥാ കേന്ദ്രം പറയുന്നു എന്നുള്ളത് തന്നെയാണ്. വെള്ളിയാഴ്ച 2 ജില്ലകൾക്കാണ് ഇപ്പോൾ യെല്ലോ അലർട്ട് നൽകിയിരിക്കുന്നത്. പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിലാണ് വെള്ളിയാഴ്ച ദിവസം ഒറ്റപ്പെട്ട മഴയ്ക്കുള്ള സാധ്യത പ്രവചിച്ചിരിക്കുന്നത്. നിലവിൽ പറഞ്ഞിരിക്കുന്നത് ബംഗാൾ ഉൾക്കടലിന് മുകളിലായി ഒരു ചക്രവാത ചുഴി രൂപപ്പെട്ടിട്ടുണ്ട്. അത് ശ്രീലങ്കൻ തീരത്തേക്ക് കടക്കാനുള്ള സാധ്യതയുണ്ട്. അതിന്റെ ഭാഗമായി സംസ്ഥാനത്ത് മഴ ലഭിക്കുമെന്നുള്ളതാണ്. ഒപ്പം തന്നെ ശക്തമായ കാറ്റിനുള്ള സാധ്യത ചിലയിടങ്ങളിലുണ്ട് എന്നതുകൂടി പറയുന്നുണ്ട്. 55 കിലോമീറ്റർ വേഗതയിൽ വരെ കാറ്റിനുള്ള സാധ്യതയുണ്ട്. പക്ഷേ നിലവിൽ ഏതായാലും കേരള തീരത്തോ കർണാടക തീരത്തോ ലക്ഷദ്വീപ് തീരത്തോ മത്സ്യബന്ധനത്തിനൊന്നും വിലക്ക് ഏർപ്പെടുത്തിയിട്ടില്ല. ഏതായാലും മഴ തുടരുമെന്നുള്ളത് തന്നെയാണ്. ഒരിടവേളയ്ക്ക് ശേഷം, നീണ്ട ഒരിടവേളയ്ക്ക് ശേഷം ഇതാ മഴ സജീവമാകുന്നു. പല ജില്ലകളിലും ഇങ്ങനെ അലർട്ടുകളൊക്കെ വന്നു തുടങ്ങുന്നു എന്നുള്ളതാണ്. ഏതായാലും 2 ജില്ലകൾക്ക് വെള്ളിയാഴ്ച ഇടുക്കിയിലും പത്തനംതിട്ടയിലുമാണ് മഴ പെയ്യുമെന്നുള്ളൊരു മുന്നറിയിപ്പ് കാലാവസ്ഥാ കേന്ദ്രം നൽകുന്നത്. ശരി, സുനിഷ എല്ലൂരാണ് വിവരങ്ങൾ നൽകിയത്.